പരലോകം ഉദ്ദേശിച്ച് ജീവിക്കുന്നവൻ പരലോകത്ത് വിജയിക്കണം, സ്വർഗത്തിൽ മഹാന്മാരോടൊപ്പം ഒരുമിച്ചു കൂടണം, നരകത്തിൽ പ്രവേശിക്കരുത്, ഖബർ ജീവിതം സന്തോഷകരമാകണം, മഹ്ശറിൽ എനിക്ക് വിജയിക്കണം, എല്ലാ തലങ്ങളിലും എനിക്ക് വിജയം ലഭിക്കണം എന്ന് ലക്ഷ്യം വെക്കുന്നൊരു മനുഷ്യൻ പരലോകത്തിന് വേണ്ട പ്രവർത്തനം അതേ രൂപത്തിൽ അവൻ ചെയ്യുന്നു. അവന്റെ എല്ലാ കർമ്മങ്ങളും പരലോകത്തിന് വേണ്ടിയുള്ളതാണ്. അഥവാ അവന്റെ നിസ്കാരവും അവന്റെ നോമ്പും അവന്റെ ഖുർആനോത്തും അവന്റെ ദാനധർമ്മങ്ങളും എണ്ണിയാലൊതുങ്ങാത്ത വിധമുള്ള സുഹൃതങ്ങൾ മുഴുവനും പരലോകത്തിന് വേണ്ടി അധ്വാനിക്കും പോലെ അധ്വാനിക്കുകയും ചെയ്തു. അവിടെയും നിബന്ധന വെച്ചു, ഈമാനിലായ നിലക്കാണോ അവന്റെ അധ്വാനം, എന്നാൽ ഫൗലൈക കാന സഅയുഹും മഷ്കൂറാ, അവരുടെ അധ്വാനം നന്ദി അർഹിക്കപ്പെടുന്നതാണ്. അതിന് റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലം നൽകുന്നതാണ്. അതേ സമയത്ത് സഹോദരങ്ങളെ, നല്ലോണം പ്രവർത്തിച്ചിട്ടുണ്ട്, പക്ഷേ മരിക്കുമ്പോ ഈമാനില്ല, മരിക്കുമ്പോ ആ മനുഷ്യനിൽ ഉള്ളത് കുഫ്റാണ്, അല്ലെങ്കിലോ നിഫാഖാണ്, അല്ലെങ്കിലോ ഫിസ്ഖാണ്. അവൻ കുടുങ്ങിയത് തന്നെയാണ്, അവൻ കുടുങ്ങിയത് തന്നെയാണ്. അവന്റെ ആഖിറം പരാജയമാണ്. നല്ല പ്രവർത്തനങ്ങളൊക്കെ ചില ആളുകൾ ചെയ്യുന്നത് നിങ്ങൾ കാണും, പക്ഷേ ശ്രദ്ധിക്കേണ്ടത് അവരുടെ പ്രവർത്തനങ്ങളെ പറ്റിയല്ല, ഈമാനിനെ പറ്റിയാണ്. ചിലര് നല്ല നിസ്കാരമായിരിക്കും, നമ്മൾ കണ്ടാ ചിലപ്പൊക്കെ വിചാരിക്കും അവരെ പോലെ നമ്മളെ ആളുകളൊന്നും നിസ്കരിക്കൂല, അവരെ പോലെ നമ്മളെ ആളുകളൊന്നും കൃത്യമായിട്ട് ജമാഅത്തിന് തന്നെ എത്തൂല, അവരെ പോലെ നമ്മളെ ആളുകളൊന്നും സുന്നത്ത് നിസ്കരിക്കൂല. പക്ഷെ അവന്റെ വിശ്വാസം വികലമാണ്, അള്ളാഹുവിലുള്ള വിശ്വാസം യാഥാർത്ഥ്യമല്ല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ യഥാർത്ഥ വിശ്വാസമില്ല. അമ്പിയാക്കളിലും മലക്കുകളിലും ഒന്നും യഥാർത്ഥ വിശ്വാസമില്ല. എല്ലാ തലങ്ങളിലും വൈകല്യമുണ്ട്. അവന്റെ അധ്വാനം വെറുതെയാണ്, അവന്റെ അധ്വാനം വെറുതെയാണ്. ഞാനിതൊരു വെറുതെ തമാശക്ക് പറയുകയല്ല. ഉമ്മമാര് വളരെ കാര്യബോധത്തോടെ ചിന്തിക്കണം. നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ഈമാൻ തെറ്റിയ ഒരു അംഗം ഉണ്ടാകരുത്. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അതാണ് പ്രശ്നം. നിങ്ങൾ നോക്ക് സഹോദരങ്ങളെ, നല്ല നിലക്ക് ജീവിച്ചിരുന്ന കുടുംബം, ആ കുടുംബത്തിലേക്കൊരു പുതിയ ആപ്പിള കയറി വന്നു. പുതുമാരൻ നല്ല സമ്പന്നനാണ്, പക്ഷേ അവനൊരു കുഴപ്പമുണ്ട്. നിസ്കാരമൊക്കെ കൃത്യമാണ് ഉസ്താദേ, നോമ്പൊക്കെ റെഡിയാണ്, ദാനധർമ്മം ചെയ്യാനും ഒരുക്കമാണ്, വിശ്വാസം വികലമാണ്. നഊദു ബില്ലാഹ്, അതിനേക്കാൾ വലിയ രോഗം വേറെയൊന്നില്ല. വിശ്വാസരംഗത്ത് വൈകല്യം സംഭവിച്ച ഒരു മെമ്പർ വന്നോ, ഘട്ടം ഘട്ടമായി അവന്റെ രോഗം മറ്റുള്ളവരിലേക്ക് ഗ്രസിക്കുന്നതിന്റെ മുമ്പ്, പടർന്നു പിടിക്കുന്നതിന്റെ മുമ്പ് ട്രീറ്റ്മെന്റ് ചെയ്യണം. അല്ലെങ്കിലോ ഘട്ടം ഘട്ടമായി ഓരോ കണ്ണിയായി കുടുംബത്തിലെ അംഗങ്ങൾ മുഴുവനും ഘട്ടം ഘട്ടമായി അവന്റെ വിദേഹത്തിലേക്ക് പോകും. വിദേഹത്തിലേക്ക് പോയി പിന്നത് കട്ടിയായി നിഫാഖായി മാറും. ബിദഅത്ത് കട്ടിയായി നിഫാഖായി മാറിയാൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ അത് കുഫ്റായി പോകും. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. ബിദഅത്ത് തന്നെ രണ്ടൈറ്റം ബിദഅത്തുണ്ട്. ജമ്മുൽ ജവാമി ഓതിയ മുതഅല്ലിമുകൾ അടക്കമുള്ളവർക്കറിയില്ലേ, കാഫിറാകുന്ന തരത്തിലുള്ള ബിദഅത്തുണ്ട്, അല്ലാത്ത ബിദഅത്തുണ്ട്. രണ്ടും പ്രശ്നം തന്നെയാണ്. കാഫിറാകുന്ന തരത്തിലുള്ള ബിദഅത്തല്ലെങ്കിലും അന്ത്യം മോശമാകും. ആ ബിദഅത്തും പേടിക്കേണ്ടത് തന്നെയാണ്. സഹോദരങ്ങളെ, ബിദഅത്തിന്റെ ചുവയുള്ള ഒരു മനുഷ്യൻ ഒരു കുടുംബത്തിൽ
കുടുംബത്തിലേക്ക് കയറിക്കൂടി. ഘട്ടം ഘട്ടമായി ആ കുടുംബത്തിലെ മൗലിദ് നിർത്തി, സ്വലാത്ത് നിർത്തി, ബദർ ബൈത്ത് നിർത്തി, അസ്മാഉൽ ബദർ നിർത്തി, തബാറക ഓതുന്നത് നിർത്തി, ഇദാ വഖഅത്ത് ഓതുന്നത് നിർത്തി, ഹദ്ദാദ് ചൊല്ലുന്നത് നിർത്തി. പരിഷ്കാരങ്ങൾ മാത്രം ആ കുടുംബത്തിന്റെ ഓരോ കണ്ണികളിലും അയാള് താല്പര്യപ്പെടുത്തി. പരിഷ്കാരങ്ങളിൽ ആ കുടുംബത്തെ അയാള് മുഴുവനും കൊണ്ടുപോയി ഇരുത്തി. ആ കുടുംബത്തിൽ ഒരുപാട് കാലം ഹദ്ദാദ് ചൊല്ലിയിരുന്ന ഉമ്മ ഈ ഒരു പുതിയ മെമ്പർ വന്നതോടെ അവന്റെ ജൽപ്പനങ്ങൾക്ക് കീഴിൽ പെട്ടുപോയിട്ട് ഹദ്ദാദ് റാത്തീബ് ഒഴിവാക്കി. സുബ്ഹാന മൻ ജല്ല ജലാലുഹു. എത്ര പരിശുദ്ധമായ ദിക്റുകളാണ് ഹദ്ദാദ് റാത്തീബിലുള്ളത്. ഹദ്ദാദ് റാത്തീബിലുള്ള ദിക്റുകളൊക്കെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതല്ലേ. വലിയ വലിയ പരിശുദ്ധമാർന്ന ദിക്റുകളല്ലേ അതിലുള്ളത്. സുബ്ഹാനല്ലാഹ്. എന്താണ് അയാളത് ഒഴിവാക്കാൻ പറയാൻ കാരണം? കുറെ കാലമായില്ലേ നിങ്ങളിത് ചൊല്ലുന്നത്, എന്നിട്ട് എന്താ നിങ്ങൾക്ക് നേട്ടം കിട്ടിയത്? ചോദിക്കുന്നു. ഉമ്മ, നിങ്ങളെ അസുഖത്തിന് വല്ല മാറ്റമുണ്ടോ? നിങ്ങളെ അസുഖത്തിന് വല്ല കുറവുണ്ടോ? വല്ല പ്രശ്നങ്ങൾക്ക് വല്ല മാറ്റമുണ്ടോ? ഇവിടെ കുടുംബത്തിൽ എത്ര ആളുകൾക്ക് രോഗം വന്നത് മാറിയോ എന്ന സംശയങ്ങൾ ഇട്ടുകൊടുത്തുകൊണ്ട് ഘട്ടം ഘട്ടമായി അത് നിർത്തലാക്കുന്നു. അപ്പോഴാണ് ആ കുടുംബത്തിൽ ഒരാൾ മരിക്കുന്നത്. മരിക്കുന്ന സമയത്ത് ഒരു 70,000 തഹ്ലീൽ ചൊല്ലുന്ന നല്ലൊരു സമ്പ്രദായം പഴയകാലം മുതൽക്ക് പണ്ഡിതന്മാര് ചെയ്തു പോരുന്നുണ്ട്. ദീനീ രംഗത്തത് സ്ഥിരപ്പെട്ടതാണ്. മഹാന്മാരായ പണ്ഡിതന്മാര് എഴുതി വെച്ചിട്ടുണ്ട്. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അടക്കം അവിടുത്തെ തുഹ്ഫയിൽ 70,000 തഹ്ലീൽ ചൊല്ലുന്ന വിഷയം പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ, ഒരുപാട് പണ്ഡിതന്മാരത് പറഞ്ഞിട്ടുണ്ട്. അത് മുജറബായി പരിശോധിച്ച് തെളിഞ്ഞ വിഷയവുമാണ്. ആ 70,000 തഹ്ലീൽ ചൊല്ലാനിരിക്കുമ്പോ പരിഷ്കാരിയായ ഈ മനുഷ്യൻ ആ കുടുംബത്തിലെ മുതിർന്ന അംഗത്തോട് പറയുന്നു, ഏറ്റവും നല്ലത് ഖുർആനോത്തല്ലേ. ഖൈറുൽ കലാമി കലാമുല്ലാഹ്. ഖുർആനോത്തിനേക്കാളും വലുത് വേറെന്തെങ്കിലും ഉണ്ടോ? നമുക്കെല്ലാവർക്കും കൂടിയിട്ട് കുറച്ച് ഖുർആൻ അങ്ങ് ഓതിയാൽ അതല്ലേ നല്ലത്. കേട്ടാ കരുതും മയ്യത്തിന് തോന കൂലി കിട്ടാനാണ് ഈ മനുഷ്യൻ പറയുന്നത് എന്ന്. അല്ല സഹോദരങ്ങളെ, തഹ്ലീൽ ചൊല്ലുന്ന സമ്പ്രദായം നിർത്തലാക്കലാണ് അയാളെ ലക്ഷ്യം. അതിനാണ് അയാൾ ഇങ്ങനെ പറയുന്നത്. ഖുർആൻ ഓതലല്ലേ നല്ലത്. നമ്മളങ്ങ് ഖുർആൻ ഓതിയാലും മയ്യത്തിന് നല്ല റാഹത്ത് കിട്ടൂലേ. ഖുർആൻ ഓത്ത് മയ്യത്തിലേക്ക് എത്തും, ശരിയാണ്. പക്ഷേ ഇവന്റെ ലക്ഷ്യം തഹ്ലീൽ നിൽക്കണം, മൗലിദ് നിൽക്കണം. അതെല്ലാം നിർത്തിയിട്ട് ആ സ്ഥാനത്ത് ഇപ്പൊ ഖുർആനോത്ത്. കുറച്ചുകൂടി കഴിയുമ്പോ ഖുർആനോത്തും നിർത്തും. ഒറ്റയടിക്കവൻ നിർത്തൂല, ഘട്ടം ഘട്ടമായിട്ടേ നിർത്തൂ. ഇത്തരത്തിൽ രോഗമുള്ള പുതിയാപ്പളമാര് പല സ്ഥലങ്ങളിലും കയറിക്കൂടി വരുന്നുണ്ട്. 2 ദിവസം മുമ്പ് നിങ്ങൾ നോക്ക് സഹോദരങ്ങളെ, 2 ദിവസം മുമ്പ് ഒരു സ്ഥലത്ത് നടന്ന ഒരു സംഭവം കാണാം. ആ സ്ഥലത്ത് നല്ല നിലക്ക് സുന്നിയായ ആശയങ്ങളോടുകൂടെ ജീവിച്ചിരിക്കുന്ന കുടുംബത്തിലേക്ക് കയറി വന്ന പുതിയാപ്പിള. ആ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച പുതിയാപ്പിള. ആ പുതിയാപ്പിളക്ക് ആ വീട്ടിൽ കാര്യമായി പറ്റാത്തൊരു വിഷയം ഒന്നേ ഉള്ളൂ. എന്താണ് പറ്റാത്തത്? ആ വീട്ടുകാരെ ഹദ്ദാദ് ചൊല്ലുന്നത് അയാൾക്ക് സഹിക്കൂല. ഹദ്ദാദിന് അയാൾ ഭയങ്കര എതിരാണ്. എന്താണ് എതിർക്കാൻ കാരണം എന്ന് ചോദിക്കുമ്പോ, ഹദ്ദാദിൽ കുറെ മരിച്ചുപോയ ആളുകളെ ഹദ്റത്തിലേക്ക് ഫാത്തിഹ ഓതുന്നുണ്ട്. അതൊക്കെ വെറുതെ ഒരു പണി ചെയ്യാൻ അതുകൊണ്ടൊരു കാര്യമില്ല. എത്ര കാലമായി ജനങ്ങൾ ചെയ്യുന്ന വിഷയമല്ലേ എന്ന് ചോദിക്കുമ്പോ, ആളുകൾ അങ്ങനെ പലതും നാട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇയാള് ചോദിക്കുന്നു, ഹദ്ദാദ് നബി തങ്ങളെ കാലത്തുണ്ടോ? ഇയാളെ ചോദ്യമാണ്. സ്വഹാബിമാര് ചൊല്ലിയിട്ടുണ്ടോ? താബിയുകൾ ചൊല്ലിയിട്ടുണ്ടോ? ഈ സംശയങ്ങളൊക്കെ ഉന്നയിച്ച് ആ വീട്ടുകാരിൽ നിന്ന് ഹദ്ദാദ് നിർത്തലാക്കാൻ പദ്ധതിയിടുന്നു. പക്ഷേ ഈമാനുള്ള ഒരു വല്യുമ്മ, ആ വീട്ടിലുള്ള വല്യുമ്മ പറഞ്ഞു, ഹദ്ദാദ് റാത്തീബിനെ നീ എതിർത്തുകൊണ്ട് ഈ വീട്ടിൽ താമസിക്കണ്ട. ഹദ്ദാദ് റാത്തീബിനെ എതിർത്തിട്ട് നീ ഈ കുടുംബത്തിലൊരു അംഗമായി കൂടണ്ട. നിനക്ക് ഇവിടെ നിന്നൊരു കല്യാണം കഴിച്ചു തന്നു എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ ഞങ്ങൾ ചെയ്ത തെറ്റ്. എന്റെ കുട്ടി ഹദ്ദാദ് ചൊല്ലുമ്പോ ആ കുട്ടിയോടുകൂടെ നിനക്ക് ജീവിതം മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ, നിനക്ക് 2 or 3 മക്കൾ ജനിച്ചിട്ടുണ്ട്
പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്, അത് ഞങ്ങൾ നോക്കിക്കൊള്ളാം. ആ പെൺകുട്ടിയെ ഇവിടെയാക്കിയിട്ട് നിന്റെ വഴിക്ക് നീ പോകണം. ഇവിടെയുള്ള ഒറ്റാളെയും ഹദ്ദാദ് നീ നിർത്തലാക്കരുത്. അത് ആഖിറത്തിലേക്ക് വേണ്ടി ഞങ്ങൾ ചൊല്ലുന്ന ദിക്റുകളാണ്. ഹദ്ദാദിലുള്ള ദിക്റുകളൊക്കെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട ദിക്റുകളാണ്. വളരെ ശ്രേഷ്ഠതയുള്ള ദിക്റുകൾ അതിൽ ചൊല്ലുന്നുണ്ട്. ഫാത്തിഹ ഓതുന്നത് മഹാന്മാരുടെ ഹദ്റത്തിലേക്ക് ഫാത്തിഹ ഓതുന്നത് ഒരിക്കലും തെറ്റല്ല. മഹാന്മാര് ഫാത്തിഹ ഓതാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഖബറിന്റെ സമീപം ഓതാറുണ്ട്, അല്ലാതെയും ഓതാറുണ്ട്. ഓതിയിട്ടവരെ ഹദ്റത്തിലേക്ക് അതെത്താൻ വേണ്ടി ദുആ ചെയ്യാറുമുണ്ട്. ഇരിക്കട്ടെ സഹോദരങ്ങളെ, ആ വല്യമ്മയുടെ ഇടപെടൽ കാരണം ആ ചെറുപ്പക്കാരൻ സംഗതി നടക്കാതെ തോറ്റുപോയി. അതേ സമയത്ത് എന്റെ ഉമ്മമാരോട് ഞാൻ പറയട്ടെ, ബിദ്അത്തിന്റെ കറ അപ്പുറത്തുണ്ടോ? കോടീശ്വരനാണെങ്കിലും നിങ്ങളെ മകൾക്ക് അയാളെ തെരഞ്ഞെടുത്തുകൂടാ. ഒന്നാമതായിട്ട് സുന്നിയത്തായ മകൾക്ക്, സുന്നിയത്തായ പെണ്ണിന് ബിദ്അത്തുകാരൻ കുഫു വെക്കൂല. അപ്പൊ പറയണെന്താന്നറിയ നിങ്ങള്, നമ്മളെ നാട്ടുകാരുടെ ഭാഷ എന്താന്നറിയാം, അത് ഓനെ നമ്മളെ കുടുംബത്തിലേക്ക് ഒരു പുതിയാപ്പിളാക്കി ചേർക്കല്ലേ, അത് നമുക്ക് അങ്ങോട്ട് ശരിയാക്കാം. എന്ത് ശരിയാക്കാം? ശരിയാക്കാനുള്ള മെഷീൻ ഉണ്ട് ഇവിടെ. എങ്ങനെ ശരിയാക്കാന്നാ പറയുന്നത്? എന്താണ് അയാൾക്ക് ഒരു മൂളിക്കൊടുക്കാനുള്ള കാരണം? നല്ല മഞ്ഞ ഉണ്ട് അയാളെ കയ്യിൽ, ദുനിയാവ് മഞ്ഞ പണം മോഹിച്ചിട്ട് വിദേഹത്തുകാരന് അംഗത്വം കൊടുക്കരുത്. എന്റെ ഉമ്മമാരോട് ഞാൻ പറയട്ടെ, കുടുംബം കുളം തോണ്ടി പോകും. വിശ്വാസ രംഗത്തു നിന്ന് ഘട്ടം ഘട്ടമായി ഓരോരുത്തരെയും പിടിച്ചിറക്കും. നിങ്ങൾ ഗൾഫിലേക്ക് മക്കളെ പറഞ്ഞയക്കുമ്പോഴും നന്നായി ശ്രദ്ധിക്കണം. എവിടെങ്കിലും പോയിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി എടുത്ത് വരട്ടെ എന്നൊരു ബാപ്പയും ഒരുമ്മയും തീരുമാനിക്കരുത്. ആരെ കീഴിലാണ് ജോലി എടുക്കുന്നത് എന്ന് ശരിക്കും അന്വേഷിച്ച് ഉറപ്പിക്കണം. ഏതെങ്കിലും നമ്മളെ നാട്ടുകാരനായ മുതലാളിയായ ഒരു വിദേഹത്തുകാരന്റെ കീഴിലാണോ? 2 വർഷം കഴിഞ്ഞ് ചെറുപ്പക്കാരൻ വീട്ടിലെത്തിയാൽ മുറുമുറുപ്പ്. ലീവ് കിട്ടിയത് സഫർ മാസം ഒടുവിലാണ്. റബീഉൽ അവ്വലിന് വീട്ടിൽ മൗലൂദ് ഓതുമ്പോ ആദ്യം തുടങ്ങി കുറെ കൈതരാഗം. അവന്റെ ഭാഷയിലാണ് കൈതരാഗം. മൗലിദിനെ പറ്റിയാണ് അവൻ ഈ പറയുന്നത്. എപ്പോഴാ അവന് മൗലിദ് ദഹിക്കാതെയായത്? അവൻ ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങുമ്പോ അതിന്റെ തലേ ദിവസം ഉസ്താദുമാരൊക്കെ കൂടി ബദ്ർ ബൈത്താ ചൊല്ലിയത്, ദുആ ചെയ്തിട്ട് റാഹത്തോടെ ഇറക്കിയത്. തിരിച്ചു വന്നപ്പോഴേക്ക് ഇതെന്താ കുഴപ്പമുണ്ടായത്? അവന് കാശ് കൊടുത്ത മുതലാളി ഇതിന്റെ ഏറ്റവും വലിയ എതിർപ്പുള്ള ആളാണ്. അയാള് കൊടുത്ത ഇഞ്ചക്ഷനാണ് ഇവന്റെ ശരീരത്തിൽ ഫലിച്ചിരിക്കുന്നത്. ആ മരുന്നാണ് ഇവിടെ വീട്ടിൽ വന്ന് ചെലവഴിക്കുന്നത്. ഇവിടെ മൗലിദ് ഓതാൻ പറ്റൂല എന്ന് അവൻ പറയാൻ എന്താ അധികാരം? ആ വീട് പുനർനിർമ്മിക്കുമ്പോ ഒരു 10-20 ലക്ഷം അവന്റെ കയ്യിൽ നിന്ന് ചെലവാക്കിയിട്ടുണ്ട്. അപ്പൊ അവന്റെ വീടായിട്ട് കൂട്ടുന്നൊരു വീടാണ്. ആ അധികാരം വെച്ച് അവന്റെ പണത്തിന്റെ ഉങ്ക് വെച്ച് അവൻ പറയുന്നു മൗലിദ് ഓതാൻ പറ്റൂല. എന്നിട്ട് അവന്റെ ചോദ്യം, നിങ്ങൾ ഇങ്ങനെ ഈ മൗലിദ് ഓതും പോലെ സ്വഹാബിമാര് മൗലിദ് ഓതിയിട്ടുണ്ട്, താബികൾ മൗലിദ് ഓതിയിട്ടുണ്ട്, തബൂ താബികൾ മൗലിദ് ഓതിയിട്ടുണ്ട്. ഈ പാവം പുരയുള്ള ആൾക്കാരെന്താ ചെയ്യാ? ഇവന്റെ സംശയത്തിന്റെ മുന്നിൽ അവരിങ്ങനെ നിൽക്കും. ഇതിനാ ഞാൻ പറഞ്ഞത്, നമ്മളെ ഈമാൻ ഉറപ്പിക്കുന്നതിന് ശരിയായ ഇൽമ് നമ്മൾ സ്വീകരിക്കണം. നാം നിർവഹിക്കുന്ന, നാം കൊണ്ടു നടക്കുന്ന ആശയധാര മുഴുവനും 100% സത്യമാണെന്ന് നമ്മുടെ കൽബിൽ ഉറപ്പിക്കുന്ന ഇൽമ് നമ്മൾ ഓരോരുത്തരും ആർജിച്ചെടുക്കണം. ഒരു സംശയത്തിനും വകുപ്പ് കൊടുക്കാത്ത രീതിയിൽ ഉറപ്പിക്കണം. മൗലിദോ അത് പണ്ടേ സ്ഥിരപ്പെട്ട ഒരു സുന്നത്താണ്. രൂപഭാവങ്ങളിൽ മാറ്റേണ്ടതേ ഉള്ളൂ, അതെല്ലാത്തിലും. പള്ളിന്റെ രൂപം മാറിയിട്ടില്ലേ? പണ്ട് വാർപ്പിന്റെ പള്ളിന്റെ മദ്രസ കണ്ടോ നേരത്തെ? എന്തിനാണത്? ഇൽമു പഠിപ്പിക്കാനാണ്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നിസ്കരിക്കാനാണ് സൗകര്യപ്രദമായിട്ട്.
നബിനോ ഓലമേഞ്ഞ പള്ളി പോരായിരുന്നില്ലേ? ഓലമേഞ്ഞ പള്ളിയല്ലേ വിശ്വാസം നിങ്ങളുടെ കാലത്തുള്ളത്? പള്ളി അതും പള്ളിയാണ്, ഇതും പള്ളിയാണ്. പള്ളി എന്ന അർത്ഥത്തിൽ ഒരു മാറ്റമില്ല. മൗലിദ് നമ്മൾ ഓതുന്നതും മൗലിദാണ്, മദ്ഹാണ്. രൂപഭാവങ്ങളിലുള്ള ചില്ലറ മാറ്റം ഉണ്ട് എന്നേ ഉള്ളൂ. എന്താണ് ചില്ലറ മാറ്റം? ചിലപ്പം കസേരയിൽ ഇരുന്ന് ഓതുന്നുണ്ടാകും, അന്ന് കസേരയിൽ ഇരുന്നിട്ടുണ്ടാകൂല. പന്തല് കെട്ടിയിട്ടുണ്ടാകും, അന്ന് പന്തല് കെട്ടിയിട്ടുണ്ടാകൂല. സ്റ്റേജ് കെട്ടിയിട്ട്, സ്റ്റേജ് അന്നുണ്ട്, കൂട്ടം കൂട്ടമായിരുന്നിട്ട് ഓതിയിട്ടുണ്ട്, ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ചില്ലറ മാറ്റങ്ങളേ ഉള്ളൂ, സ്വാഭാവികമായിട്ടുള്ള മാറ്റാണ്, അടിസ്ഥാനപരമായൊരു മാറ്റമില്ല. ഉമ്മമാരെ, സഹോദരങ്ങളെ, നമ്മൾ ഈ വിഷയം കൃത്യമായി മനസ്സിലാക്കണം, നിർബന്ധപൂർവമായി മനസ്സിലാക്കണം. ബിദ്അത്തിന്റെ ചെറിയ ഒരു ലാഞ്ചന പോലും, ഒരു ബിദ്അത്തുകാരന് ഒരു ചെറിയ പെർമിഷൻ പോലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൂടാ. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട ആലമ്പാടി ഉസ്താദ് നവറല്ലാഹു മർഖദഹു, അവരെ മർത്തിയത്ത് ഇങ്ങനെ ഞാൻ വായിച്ചു നോക്കിയപ്പോ ഉസ്താദ് അവർക്ക് ഏറ്റവും വലിയ എതിർപ്പ് ബിദ്അത്തിനോടായിരുന്നു. അത് ഉലമായിലൊക്കെ കാണാം, നമുക്ക് കഴിഞ്ഞുപോയ ഉലമായിലൊക്കെ ഉണ്ടത്. ആ ശൈലി ഉഖ്റവിയായ എല്ലാ ഉലമായിലും ഉണ്ട്, അത് എണ്ണിയാ തീരൂല. വലിയ ആലിമല്ലേ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾക്ക് ഏറ്റവും വലിയ എതിർപ്പ് ആരോടായിരുന്നു? ആരോടാ സഹോദരങ്ങളെ? അവർക്ക് എതിർപ്പ് ബിദ്അത്തുകാരോടാണ്. ഉന്യത്തു ത്വാലിബീൻ എന്നൊരു കിതാബില്ലേ, അവിടുത്തെ കിതാബ്, അതിൽ മഹാനവറുകൾ വളരെ കൃത്യമായി പറഞ്ഞില്ലേ, ബിദ്അത്തുകാരൻ രോഗിയായാൽ അവനെ നിങ്ങൾ സന്ദർശിക്കരുത്, അവൻ മരിച്ചാൽ അവന്റെ ജനാസക്ക് പിന്തുടരരുത്, അവൻ സലാം പറഞ്ഞാൽ സലാം മടക്കരുത്, അവനോട് നിങ്ങൾ സലാം കൊടുക്കരുത്, സലാം അവനോട് പറയരുത്. എത്ര കൃത്യമായിട്ടാണ് മഹാനവറുകൾ അത് പറഞ്ഞത്. ബിദ്അത്തുകാരോട് അന്ന് തന്നെ മഹാനവറുകൾ സമരം ചെയ്തിട്ടില്ലേ? ഉണ്ട്. ബിദ്അത്തുകാർക്ക് എതിരെ അന്ന് മഹാനവറുകൾ കിതാബ് വരെ എഴുതിയിട്ടുണ്ട്. അന്നത്തെ കാലത്തുമുണ്ട് പിഴച്ച പ്രസ്ഥാനങ്ങൾ. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് 11 ത്വരീഖത്തുണ്ട്. ആ 11 ത്വരീഖത്തിൽ 10ഉം പിഴച്ചതാണ്, ഒന്നേ ഹക്കായ മാർഗത്തിലുള്ളൂ. അതെന്തൊക്കെയാണ് അവരുടെ ഓരോരുത്തരുടെയും പിഴവ്, അത് ശരിയല്ല എന്ന് ഗണ്ണിച്ചുകൊണ്ട് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഒരു കിതാബ് എഴുതി. ആ കിതാബിന്റെ പേരാണ് സിർറുൽ അസ്റാർ എന്ന്. വളരെ കൃത്യമായി ഓരോരുത്തരുടെയും പ്രചണ്ഡമായ വാദങ്ങൾ വിശദീകരിച്ചു. അതിന് അക്കമിട്ട് മറുപടി പറഞ്ഞു. ഹക്കായ മാർഗം ഏതാണെന്ന് ശരിക്ക് സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്, അതൊരു ചെറിയ രീതിയിലല്ല, വലിയ രീതിയിൽ തന്നെ മഹാനവറുകൾ അതിനു വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന വലിയ ഒരു പണ്ഡിതനായിരുന്നു അബൂബക്കർ ഇബ്നുൽ ഇമാദ് റളിയല്ലാഹു അൻഹു. ഇബ്നുൽ ഇമാദ് റളിയല്ലാഹു അൻഹു എന്ന പേരിൽ മഹാനവറുകൾ അറിയപ്പെടാറുണ്ട്. അബൂബക്കർ ഇബ്നുൽ ഇമാദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ഒരു ചെറിയ ആശങ്ക വന്നു. എന്താണ് ആശങ്ക? ഇന്നത്തെ കാലത്ത് ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. ആ പ്രസ്ഥാനങ്ങളിൽ പലരും മുന്നോട്ട് വന്ന് ജനങ്ങളെ ക്ഷണിക്കുന്നു. എല്ലാവരും ആയത്ത് ഓതുന്നു, എല്ലാവരും ഹദീസ് ഓതുന്നു, എല്ലാവരും ഇജ്മാഇന്റെ തെളിവ് പറയുന്നു, എല്ലാവരും ഖിയാസിന്റെ തെളിവ് പറയുന്നു. ഇന്നും ആളുകൾ ചിന്തിക്കൂലേ, അവരും ഓതുന്നു ആയത്ത്, അവരും ഓതുന്നു ഹദീസ്, അവരും പറയുന്നു ഇജ്മാഇ, അവരും പറയുന്നു ഖിയാസ്. ഇബ്നുൽ ഇമാദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ഒരു സംശയം, ഏത് മാർഗമാണ് ഞാൻ അവലംബിക്കേണ്ടത്? എല്ലാവരും ഇങ്ങനെ ആയത്തും ഹദീസും ഓതുമ്പോ ഏത് മാർഗമാണ് ഞാൻ അവലംബിക്കേണ്ടത്? വലിയൊരു പണ്ഡിതന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സന്ദേഹം വന്നപ്പോ ജനങ്ങളെ കൂട്ടത്തിൽ നിന്ന് മഹാനവറുകളോട് കുറെ ആളുകൾ പറഞ്ഞു, ബഗ്ദാദിൽ ഒരു മഹാമനുഷ്യനുണ്ട്, ബഗ്ദാദിൽ ഒരു മനുഷ്യനുണ്ട്, മനസ്സ് നോക്കിയിട്ട് ചികിത്സിക്കുന്ന, മനസ്സ് നോക്കിയിട്ട് കാര്യം പറഞ്ഞ് ശരിയാക്കി തറയുന്ന ഒരു മനുഷ്യൻ
മനുഷ്യൻ റജുലുൻ യഖ്തുറു റജുലുൻ യതകല്ലമു ബിൽ ഖവാതിർ, മനസ്സിൽ ഉദിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ പറയാതെ തന്നെ മനസ്സ് നോക്കി പറയുന്നൊരു മനുഷ്യൻ ബഗ്ദാദിലുണ്ട്. നിങ്ങൾ അവിടേക്ക് പോയാൽ നിങ്ങളുടെ സംശയം തീരും, ശരിയായ മറുപടി കിട്ടും. ഇബ്നുൽ ഇമാദ് റഹ്മഹുല്ലാഹ് ചിന്തിച്ചു, അതൊരു ശരിയാണല്ലോ. എന്റെ മനസ്സിൽ ഉദിച്ചിരിക്കുന്ന സംശയം പറയാതെ ആ രോഗത്തിന് എനിക്ക് ശരിയായ ട്രീറ്റ്മെന്റ് കിട്ടിയാൽ പിന്നെ എന്റെ രോഗം മാറിയാൽ എനിക്ക് നല്ല നിലക്ക് ജീവിക്കാമല്ലോ. ഇബ്നുൽ ഇമാദ് റഹ്മഹുല്ലാഹ് നേരെ നീങ്ങി ബഗ്ദാദിലേക്ക്. ബഗ്ദാദിലെത്തിയപ്പോ സുബ്ഹാനല്ലാഹ് വലിയൊരു വഅദ് നടക്കുകയാണ്. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ആഴ്ചയിൽ 3 ദിവസമാണ് വഅദ് പറഞ്ഞിരുന്നത്. വഅദ് കേൾക്കാൻ ഏറ്റവും ചുരുങ്ങിയത് ഒരുമിച്ച് കൂടുന്നത് 10,000-ആണ്. ഏറെ കൂടിയാൽ 60,000-ഉം 70,000-ഉം ആളുണ്ടാകും. ഒരു സുമാർ കണക്ക് പറഞ്ഞതല്ല, ശരിയായ കണക്കാണ്. സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള ഉപകരണങ്ങളെ മുന്നിലല്ല വഅദ്. പിന്നെയോ ഒരു ഉപകരണങ്ങളും ഇല്ലാതെ അത്രയും അധികം ആളുകൾക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിൽ, സുന്ദരമായ ശബ്ദത്തിൽ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു വഅദ് പറയുന്നു. അത്തരത്തിൽ വഅദ് പറയാൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ ഉമിനീരില്ലേ, ആ ഉമിനീരിന്റെ ബറക്കത്ത് കൊണ്ട് എത്രയും ആളുകൾക്ക് കേൾക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വഅദ് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നു. അത്തരത്തിൽ വഅദ് നടക്കുന്ന ഒരു സദസ്സിലേക്കാണ് മനസ്സിൽ സംശയത്തിന്റെ വലിയൊരു കട്ടയുമായി ഇബ്നുൽ ഇമാദ് റഹ്മഹുല്ലാഹ് കടന്നു ചെല്ലുന്നത്. എന്താണ് മനസ്സിലുള്ള സംശയം? എല്ലാരും ആയത്ത് ഓതുന്നു, എല്ലാരും ഹദീസ് ഓതുന്നു, എല്ലാരും പറയുന്നു ഞങ്ങളാണ് സത്യ പാർട്ടി, ഞങ്ങളാണ് സത്യത്തിന്റെ വക്താക്കൾ, ഏതാണ് ഞാൻ സ്വീകരിക്കേണ്ടത് എന്ന ആശങ്കക്ക് പരിഹാരം കിട്ടണമല്ലോ. സദസ്സിലേക്ക് അങ്ങോട്ട് കയറി ചെന്ന് മഹാനവർകൾ ഒരു ഭാഗത്ത് ഇടം പിടിച്ചുകൊണ്ട് അവിടെ ഇരുന്നപ്പോ ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നതിന് ഇടയിൽ മഹാനവർകൾ ശൈലിയൊന്ന് മാറ്റി. പ്രസംഗത്തിന്റെ ഇടയിൽ മേറ്റർ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് മഹാനവർകൾ പറഞ്ഞു, ഇത്തിഖാദു സലഫിസ് സ്വാലിഹീന മിനസ് സ്വഹാബത്തി വത്താബിഈൻ. ഇബ്നുൽ ഇമാദ് റഹ്മത്തുള്ളാഹി പടച്ചോനെ, ഞാൻ ഉദ്ദേശിച്ചു വന്ന വിഷയത്തിനുള്ള മറുപടിയാണല്ലോ, ഞാൻ ഉദ്ദേശിച്ചു വന്ന വിഷയം അതാണ്. ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്നപ്പോഴേക്ക് മഹാനവർകൾ പറഞ്ഞത് ഇതാണല്ലോ, ഇത്തിഖാദുന, നമ്മുടെ വിശ്വാസം, യഥാർത്ഥ വിശ്വാസം, ഇത്തിഖാദു സലഫിസ് സ്വാലിഹീൻ, പൂർവിക മഹത്തുക്കളുടെ വിശ്വാസമാണ്. ആരാണ് പൂർവിക മഹത്തുക്കൾ? മിനസ് സ്വഹാബത്തി വത്താബിഈൻ, സ്വഹാബത്ത് താബിയുകൾ അടങ്ങിയ പൂർവികരായ മഹത്തുക്കളുടെ ഇത്തിഖാദ്, അതാണ് സ്വീകരിക്കേണ്ടത്. ഇബ്നുൽ ഇമാദ് റഹ്മത്തുള്ളാഹിക്ക് കിട്ടേണ്ട മറുപടിയാണ്. പക്ഷേ മഹാനവർകൾ ചിന്തിച്ചു, അത് പ്രസംഗത്തിനടക്ക് പ്രഭാഷകൻ ഒരു പക്ഷേ ചിലപ്പോഴൊക്കെ ചില വിഷയങ്ങളിലേക്ക് കടന്ന് സംസാരിക്കും, ഒരു മാറ്റർ വേറെയും പറയും, അങ്ങനെ ഒരു മാറ്റർ പറഞ്ഞതായിരിക്കും, അത് എന്നോടായിരിക്കൂല. അങ്ങനെ മനസ്സിലൊരു ചിന്ത വന്നപ്പോ ഇബ്നുൽ ഇമാദ് റഹ്മത്തുള്ളാഹി പറയുന്നു, ഞാൻ ഇരിക്കുന്നത് ആ സദസ്സിന്റെ ഒരു ഭാഗത്താണ്, ഞാൻ ഇരിക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നു. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു രണ്ടാമതും പറഞ്ഞു, ഇത്തിഖാദുനാ ഇത്തിഖാദു സലഫിസ് സ്വാലിഹീന മിനസ് സ്വഹാബത്തി വത്താബിഈൻ. ഞാൻ ഇരിക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് നല്ല ഊക്കിൽ പറഞ്ഞു, നമ്മുടെ ഇത്തിഖാദ്, നമ്മുടെ വിശ്വാസം പൂർവികരായ മഹത്തുക്കളുടെ വിശ്വാസമാണ്, സ്വഹാബത്ത് താബിഈങ്ങളുടെ വിശ്വാസമാണ്, അതാണ് സ്വീകരിക്കേണ്ടത്. ഇബ്നുൽ ഇമാദ് റഹ്മത്തുള്ളാഹി ചിന്തിച്ചു, പ്രസംഗിക്കുന്ന ആള് വലത്തോട്ടും ഇടത്തോട്ടൊക്കെ തിരിയാറുണ്ടല്ലോ, അങ്ങനെ തിരിഞ്ഞതായിരിക്കും, അത് എന്നോടായിരിക്കൂല എന്ന് ചിന്തിച്ചു. അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വന്നപ്പോ മൂന്നാമതായി ഒരൊറ്റ വിളി വിളിച്ചു, യാ അബൂബക്കർ. ഒരൊറ്റ വിളി 2 വട്ടം പറഞ്ഞിട്ടു നിങ്ങൾ അതൊക്കെ മാറ്റിക്കളയാണല്ലേ. യാ അബൂബക്കർ. അന്ന് വരെ
ശൈഖ് ജീലാനിയെ ഞാൻ കണ്ടിട്ടില്ല, ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടില്ല. എന്റെ പേര് വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അബൂബക്കർ ഇത്തിഖാദുനാ ഇത്തിഖാദു സലഫി സ്വാലിഹീന മിനസ് സ്വഹാബത്തി വത്താബീൻ. 3 പ്രാവശ്യം ഞാൻ പറഞ്ഞത് നിങ്ങളോട് തന്നെയാണ്. നമ്മുടെ വിശ്വാസം സ്വഹാബത്ത് താബീങ്ങളാകുന്ന പൂർവസൂരികളുടെ വിശ്വാസമാണ്. എന്റെ മനസ്സിൽ ഈമാൻ അങ്ങ് ഉറച്ചുപോയി. എന്റെ മനസ്സിൽ ഉറച്ച ഈമാന് ഒരാണിക്കല്ലിട്ട് ഉറപ്പിക്കാൻ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഒരു കാര്യം കൂടി ചെയ്തു. എന്നോട് പറഞ്ഞു, അബൂബക്കറേ, നിങ്ങളെ ഉപ്പ വീട് വിട്ടു പോയിട്ട് കുറെ ദിവസമായില്ലേ, നിങ്ങളെ ബാപ്പ വീട്ടിലെത്തിയിട്ടുണ്ട്, വേഗം പോയിക്കോളൂ. അത് കേട്ടപ്പോ സുബ്ഹാനല്ലാഹ്, എനിക്ക് ഒന്നുകൂടി അത്ഭുതമായി. എന്റെ വാപ്പ വീട് വിട്ടുപോയതൊക്കെ ശൈഖ് ജീലാനി തങ്ങളോട് ആരാ പറഞ്ഞത്? എന്റെ വാപ്പ പൊരേന്ന് പോയിട്ട് കുറെ ദിവസമായി, ശരിയാണ്. എന്റെ ഉപ്പ വീട്ടിലെത്തി എന്നാണ് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഇപ്പൊ പറഞ്ഞത്. ഞാൻ പോയി നോക്കുമ്പോ ബാപ്പയുണ്ട്, വീടിന്റെ മുറ്റത്ത് തന്നെ ഇരിക്കുന്നു. എന്റെ മനസ്സിൽ ഉറച്ച വിശ്വാസം ശരിക്കും അന്ന് ആണിക്കല്ല് വെച്ചുകൊണ്ട് ആണിയിട്ട് ഉറപ്പിച്ച് മേടി ഉറപ്പിച്ചതാണ് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു. പിന്നെ എന്റെ മനസ്സിന് ചാഞ്ചല്യം ഉണ്ടായിട്ടില്ല. എന്തിനാണ് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പണിയെടുത്തത്? ആളുകളുടെ ഈത്തിഖാദ് ശരിയാക്കാൻ. മഹാന്മാരൊക്കെ പണിയെടുത്തതിനാണ്. അവർക്ക് ഏറ്റവും വെറുപ്പ് വിദ്യാർത്ഥികാരോടായി.